നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത് കണികുന്നിൽ നിന്ന് പുളിമ്പറമ്പിലേക്ക് വന്ന റോഡാണ്. ഞാൻ ആ റോഡിൻ്റെ ദയനീയ അവസ്ഥ ഇതിനു മുമ്പിട്ട വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം മുമ്പ് അവിടെ വന്ന് JCB വന്ന് ആ മണ്ണ് അവിടെ നിന്ന് തന്നെ ഇടിഞ്ഞ മണ്ണും അവിടെയുള്ള മണ്ണും കൂടി കൂട്ടി അവിടെ ഇടുന്നത് ഞാൻ ആ വീഡിയോയിൽ തന്നെ കാണിച്ചിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു അവിടെ ഒരു ജപ്പാൻ പൈപ്പുണ്ട്, അതന്ന് പൊട്ടിയെന്ന്. ഇതിന്ന് വീണ്ടും ആ പൈപ്പിൻ്റെ ജോയിൻ്റ് ഇളകി വീണ്ടും നല്ല രീതിയിൽ കുറേ വെള്ളം വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒഴുകി എത്തിച്ചേരുന്നത് കണികുന്നിൽ താഴെ ഭാഗത്താണ്. ഈ വെള്ളം തിരിച്ചു എത്തിച്ചേരുന്നത് താഴെ ഭാഗത്ത റോഡിലാണ്. അവിടെ 10-40ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നതാണ്. ഈ വെള്ളം എത്തിച്ചേരുന്ന ആ റോഡ് ഗതാഗത യോഗ്യമല്ല നിലവിലിപ്പോൾ. നടക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. അതിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ ഇട്ട മണ്ണ് അന്ന് ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആ കൂട്ടുന്ന മണ്ണ് മഴ പെയ്താൽ ഒലിച്ചു പോകും. 2 ദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു, കുറേയൊക്കെ ഒലിച്ചു പോയി. ഈ വെള്ളം ജപ്പാൻ്റെ പൊട്ടിയതോടുകൂടി അതും ഒലിച്ചു പോയി. അവിടെ നിങ്ങൾക്കൊരു ഇത് മാത്രമായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആ റോഡ്. ആ റോഡിൻ്റെ സൈഡ് ഏകദേശം ഇടിഞ്ഞു തീർന്നു. ഇനി കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ. ഈ റോഡ് കുറേയധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ്. പട്ടം റോഡ് അടച്ച സമയത്ത് ഇതിലെയാണ് കുറേ ആൾ കടന്നു പോയിരുന്നത്. വലിയ വാഹനങ്ങൾ പോകാൻ പറ്റില്ല. 2 വീലറും ഓട്ടോറിക്ഷയും മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിലവിൽ വളരെ ദയനീയ അവസ്ഥയിലാണുള്ളത്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത് ദിവസം കഴിയുന്തോറും ഇതിലും മോശാവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി സ്വീകരിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.